നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് റെട്രോ മൂവിയിലെ ഒരു പോസ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പോസ്റ്ററിൽ കണ്ട പോലത്തെ സൂര്യയുടെ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അതിനെ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, എന്നിട്ട് മാസ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് 2 ടെക്സ്ചറുകൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത് വീഡിയോയിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യം ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന് കളർ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സൂര്യൻ്റെ ഇമേജ് 2-3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൽ ഓരോന്നിനും ഓരോ എഫക്റ്റുകളാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റിൽ നമ്മൾ ഫിൽറ്റർ ഗാലറിയിൽ പോവുക. എന്നിട്ട് അതിൽ റെറ്റിക്കുലേഷൻ എന്ന ഫിൽറ്റർ ആഡ് ചെയ്യുക ഫസ്റ്റത്തെ ഇമേജിൽ. എന്നിട്ട് അതിന് ഓവർലേ എന്ന എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഇമേജിൽ പോയി വേറെ എഫക്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. ഫോട്ടോകോപ്പി എന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അതിനെ മൾട്ടിപ്ലൈ എന്ന എഫക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. മൂന്നാമത്തെ ഇമേജിൽ ക്രയോൺ എന്ന ഫിൽറ്റർ ആഡ് ചെയ്യുക. ലുമിനോസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റത്തെ 4ാമത്തെ ഇമേജിന് നമുക്ക് കളർ കൊടുക്കുക. കളർ ഓവർലേ കൊടുക്കുക. എന്നിട്ട് റെഡ് കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഫിൽറ്റർ പോയിട്ട് സ്മാർട്ട് ഷാർപ്പൺ എന്ന ഫിൽറ്റർ ആഡ് ചെയ്യുക. അതിനുശേഷം 3 എഫക്റ്റുകൾ ആഡ് ചെയ്ത ഇമേജിനെ നമ്മൾക്കൊരു ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് നമുക്ക് പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുക. ബ്രൈറ്റ്നെസ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുക. എന്നിട്ട് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം കേർവ്സ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുക. എന്നിട്ട് കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം കളർ ബാലൻസ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുക. കളർ അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന പോലെ കളർ അഡ്ജസ്റ്റ് ചെയ്യുക. ചില ഭാഗം നമുക്ക് എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറേസർ ഉപയോഗിച്ച് അത് എറേസ് ചെയ്യുക. വീണ്ടും നമ്മൾ കളർ ബാലൻസ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് റെഡിലേക്ക് കളർ മൂവ് ചെയ്യിപ്പിക്കുക. ഇനി നമുക്ക് റെട്രോ എന്ന ലോഗോയാണ് ആഡ് ചെയ്യാനുള്ളത്. റെട്രോ എന്ന മൂവിയുടെ നെയിമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. വെച്ചെടുത്ത് ഇതിൽ ആഡ് ചെയ്യുക.
ടൈറ്റിലിൻ്റെ മുകളിൽ നമുക്ക് സൂര്യ എന്നാണ് എഴുതേണ്ടത്. സൂര്യ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.